ഇന്ന് നമുക്ക് വീട്ടിലുണ്ടായിട്ടുള്ള കുറച്ച് പച്ചക്കറികളെല്ലാം വിളവെടുക്കാം. വിളഞ്ഞതെല്ലാം നോക്കിയിട്ട് വിളവെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉണ്ടല്ലോ കോവക്ക ആയിട്ടുണ്ട്. അപ്പോൾ അത് പറിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊന്ന് വേറെ ഒന്നും പാത്രം കിട്ടിയില്ലേ കോവക്ക പറിച്ചിടാനെന്ന് വിചാരിക്കുമല്ലേ. അപ്പോൾ പറിക്കാൻ പോകുമ്പോൾ എന്താ പുറത്ത് ഈ ചട്ടിയാണ് കണ്ടത്. അപ്പോൾ അതെടുത്തു എന്നേ ഇല്ല കേട്ടോ. അപ്പോൾ കോവക്ക വള്ളിയിൽ നിറച്ചും കോവക്ക ഉണ്ടായിട്ടുണ്ട്. നല്ല വണ്ണമില്ലേ കോവക്കയാണ് കേട്ടോ. അപ്പോൾ ഇത് തൈ കുറേ പ്രാവശ്യം നട്ടിട്ടൊന്നും ശരിയായിട്ടതാ ഇപ്പം പിടിച്ച് കിട്ടിയതാണ്. നന്നായിട്ടുണ്ടാവുന്നുണ്ട്. ഒരു ദിവസം ഇടവിട്ട് പറിക്കാനുണ്ടാവും. അപ്പോൾ ഇന്നിതെല്ലാം പറിച്ചെടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഈ വള്ളിയുടെ ഇടയിൽ കൂടി പറിക്കലാന്ന് ബുദ്ധിമുട്ട്. കുറച്ച് ഉയർത്തിയിട്ട് പന്തലിടണമായിരുന്നു. തലയൊക്കെല്ലാം കുത്തുന്നു അതിൻ്റെ കൊമ്പ്. ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ കോവക്ക. അപ്പോൾ ഇതാണ് ഇന്നത്തെ കോവക്ക വിളവെടുപ്പ്. ഇനി അടുത്ത നമുക്ക് മത്തൻ പറിച്ചെടുക്കാം. അമ്മയാണ് കേട്ടോ മത്തനും പറിച്ചിട്ടുള്ളത്. തികച്ചൊന്നും പറിച്ചിട്ടില്ല, 2-3 എണ്ണമാണ് പറിച്ചത്. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സാമ്പാറാക്കാം വെണ്ടയ്ക്ക ഇട്ടിട്ട്. അപ്പോൾ സാമ്പാർ വെക്കാൻ മാത്രമല്ല അതിലധികം ഉണ്ട്. അപ്പോൾ വളഞ്ഞതെല്ലാം നോക്കി പറിക്കാം, അല്ലെങ്കിൽ വേഗം മൂത്ത് പോവില്ലേ. അപ്പോൾ വെണ്ടയ്ക്കെല്ലാം പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പയറുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറിച്ചെടുക്കേന്ന്. അപ്പോൾ ഉപ്പേരിക്ക് പയറും ആയല്ലോ, സാമ്പാറുമായി പയറും ആയല്ലോ. അപ്പോൾ അങ്ങനെ പയറും പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നീളമുള്ള പയറാണ്. പയർ ഇതുപോലെ തന്നെ ദിവസവും പറിക്കാനുണ്ടാവും. നല്ല ടേസ്റ്റുള്ള പയറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. കേട്ടല്ലോ. ഓക്കേ, ബൈ.